ജനുവരി 22-ാം തീയതി അയോധ്യ രാമക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്കകളാണ് അങ്ങ് ദേശീയ രാഷ്ട്രീയം മുതൽ ഇങ്ങ് സംസ്ഥാന തലത്തിൽ പോലും നിൽക്കുന്നത്. CPM-നും കോൺഗ്രസിനും പോലും ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര ചടങ്ങ് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒരേപോലെ തന്നെയാണ് ഇരു പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഇതേ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ക്ഷേത്ര ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതേ നിലപാട് തന്നെയാണ് ഇങ്ങ് കേരളത്തിലും കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം CPM-ന്റെ നിലപാട് എന്ന് പറയുന്നത് ക്ഷണം ലഭിച്ച അതേസമയം തന്നെ സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയതാണ് ചടങ്ങ് ബഹിഷ്കരിക്കുകയാണെന്ന്. അതേ നിലപാട് തന്നെയാണ് CPM-ന് ഇങ്ങ് കേരളത്തിലും. അപ്പോൾ പിന്നെ പ്രശ്നം എവിടെയാണ് എന്നുള്ളതാണ്. പ്രശ്നം ഇരിക്കുന്നത് ഗണേഷ് കുമാറിന്റെയും NSSന്റെയും കടന്നുവരവാണ്. ഗണേഷ് കുമാറിനും NSSനും ഈ തീരുമാനങ്ങളോടുള്ള സമീപനവുമാണ്. RSS നേതൃത്വം ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ നേരിട്ടെത്തിക്കൊണ്ടായിരുന്നു അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഗണേഷ് കുമാറാണെങ്കിൽ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും സന്തോഷപൂർവ്വം ആ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അതിനുശേഷം ഗണേഷ് കുമാറിന്റെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതായത് രാമക്ഷേത്രം ഭാവിയിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്നും താൻ ഒരിക്കൽ അങ്ങോട്ട് പോകുമെന്നും എല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞതുമാണ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഗണേഷ് കുമാർ എന്ന് പറയുന്നത് പുതിയ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് എന്നത് മാത്രമല്ല CPM നയിക്കുന്ന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളിൽ ഒരാൾ കൂടിയാണ്. ഏറ്റവും പ്രമുഖനായ ഏറ്റവും സമുന്നതനായ നേതാവ് കൂടിയാണ് എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിക്കേണ്ടത്, എന്ത് നിലപാടാണ് CPM സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിന്റെ തീരുമാനത്തെ യാതൊരു കാരണവശാലും തടയുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം LDF മന്ത്രിസഭയിലെ, അതായത് CPM ബഹുഭൂരിപക്ഷമുള്ള മന്ത്രിസഭയിലെ ഒരു ഘടകകക്ഷിയിലെ വിശ്വാസിയായ ഒരു മന്ത്രിയുടെ വിശ്വാസത്തെ എങ്ങനെയാണ് CPM എതിർക്കുക എന്നുള്ള വലിയൊരു ചോദ്യം CPM-ന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഒരു പക്ഷേ പിണറായി വിജയനാണെങ്കിലും CPM-നാണെങ്കിലും ഗണേഷ് കുമാറിനെ പേടിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണ്. കാരണം ഗണേഷ് കുമാറിന് നിലവിലുള്ള വലിയൊരു സ്വീകാര്യത തന്നെയുണ്ട് ജനങ്ങൾക്കിടയിൽ എന്നുള്ളതും അദ്ദേഹത്തിന്റെ തീരുമാനം, അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നതും LDF-നെ സംബന്ധിച്ചിടത്തോളം തീർത്തും പ്രധാനപ്പെട്ടത് ആണും എന്ന ഒരു സാഹചര്യം ഇരിക്കെ ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഗണേഷ് കുമാറിന്റെ തീരുമാനം ഒരു പക്ഷേ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ CPM-നെ എതിർത്ത് കഴിഞ്ഞാൽ ഗണേഷ് കുമാർ മറ്റ് RSS-മായി എന്തെങ്കിലും ഒരു വിധേയത്വം പാലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് CPIM-ന് വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം LDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി മാത്രം എന്നൊരു വിശേഷണം മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എന്ന് പറയുന്നത് NSS-ലെ ഒരു ഡയറക്ടീവ് ബോർഡ് അംഗം കൂടിയാണ് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് NSS-ന്റെ തീരുമാനം കൂടി കേരള രാഷ്ട്രീയത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് NSS-ന്റെ തീരുമാനം എന്ന് പറയുന്നത് NSS പറയുന്നത് വിശ്വാസത്തിന് അനുകൂലിച്ചുകൊണ്ടായിരുന്നു NSS-ന്റെ തീരുമാനം. അതായത് അയോധ്യ രാമക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ഈശ്വര വിശ്വാസിയുടെ കടമ നിഷേധിക്കാൻ സാധിക്കുക എന്നുള്ളൊരു നിലപാടായിരുന്നു NSS സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തീരുമാനം അഥവാ NSS-ന്റെ ഈ നിലപാട് എന്ന് പറയുന്നത് CPM-നെ മാത്രമല്ല കോൺഗ്രസിനെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ബഹിഷ്കരിക്കുക, അതായത് ചടങ്ങിനെ ഔദ്യോഗികമായി ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു നിലപാടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചത്. അതേസമയം തന്നെ വ്യക്തിപരമായിട്ട് ക്ഷണം ലഭിക്കുകയാണെങ്കിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാം എന്നുള്ളൊരു മൃദു സമീപനം കൂടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ അഥവാ കേരളത്തിലെ കോൺഗ്രസിന്റെ സാഹചര്യം എന്ന് പറയുന്നത് അത്തരമൊരു, അതായത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ സാഹചര്യമല്ല, ഉത്തരേന്ത്യയിലെ സാമൂഹിക അന്തരീക്ഷവുമല്ല കേരളത്തിലേതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ NSS-ന്റെ ഈ നിലപാട് തീർച്ചയായിട്ടും കോൺഗ്രസിനെ ബാധിക്കും. ഈ കാര്യത്തിൽ കോൺഗ്രസ് എത്തരത്തിലായിരിക്കും പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു വലിയൊരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വ്യക്തമായ നിലപാടും യഥാർത്ഥത്തിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും ഉണ്ടായിരുന്നുവെങ്കിലും ഗണേഷ് കുമാറിനെ വെട്ടിലാക്കിക്കൊണ്ട് RSS കേരളത്തിലെ ഈ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.